2023 15ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത് ജോഹന്നാസ്ബർഗ്, ദക്ഷിണാഫ്രിക്ക. അപ്പോൾ 2023 എത്രാമത് 15ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത് ജോഹന്നാസ്ബർഗ്, ദക്ഷിണാഫ്രിക്ക. ഈ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 2 ഘട്ട ക്വസ്റ്റ്യൻ പേപ്പറിലും ബ്രിക്സിൽ നിന്ന് ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയും പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കുക. ബ്രിക്സിൻ്റെ ക്ലാസ് നമ്മളൊരു ഷോർട്ട് നോട്ടായിട്ട് ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ ഈ ക്ലാസ് കണ്ടതിന് ശേഷം പോയി കാണുക. അപ്പോൾ 2023 15ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത് ജോഹന്നാസ്ബർഗ്, ദക്ഷിണാഫ്രിക്ക. 2024 16ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത് കസാൻ, റഷ്യ. 2024 16ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത് കസാൻ, റഷ്യ. ഈ ക്വസ്റ്റ്യനാണ് 2 ഘട്ട ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചത്. അപ്പോൾ 2024 16ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത് കസാൻ, റഷ്യ. 2024 സമ്മർ ഒളിമ്പിക്സിന് വേദിയായത് പാരീസ്. 2024 സമ്മർ ഒളിമ്പിക്സിന് വേദിയായത് പാരീസ്. 2028 സമ്മർ ഒളിമ്പിക്സിന് വേദിയാകുന്നത് ലോസ് ഏഞ്ചൽസ്, അമേരിക്ക. 2028 സമ്മർ ഒളിമ്പിക്സിന് വേദിയാകുന്നത് ലോസ് ഏഞ്ചൽസ് എവിടെയാണ്? അമേരിക്ക. അപ്പോൾ 2023 15ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത് ജോഹന്നാസ്ബർഗ്, ദക്ഷിണാഫ്രിക്ക. 2024 16ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത് കസാൻ, റഷ്യ. 2024 സമ്മർ ഒളിമ്പിക്സിന് വേദിയായത് പാരീസ്. 2028 സമ്മർ ഒളിമ്പിക്സിന് വേദിയാകുന്നത് ലോസ് ഏഞ്ചൽസ്, അമേരിക്ക. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ വേദി USA. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ വേദിയാണ് USA. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീടം നേടിയത് അർജന്റീന. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീടം നേടിയത് അർജന്റീന. 2024 നടന്ന 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ കാരിച്ചാൽ, ചുണ്ടൻ. 2024 നടന്ന 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കളാണ് കാരിച്ചാൽ, ചുണ്ടൻ. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. 2024 കോപ്പ അമേരിക്ക ഫുട്ബോളിൻ്റെ വേദി USA. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീടം നേടിയത് അർജന്റീന. 2024 നടന്ന 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ കാരിച്ചാൽ, ചുണ്ടൻ. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം കളിവെള്ളം തുഴയുന്ന നീലു എന്ന നീലപ്പൊന്മാൻ. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമാണ് കളിവെള്ളം തുഴയുന്ന നീലു എന്ന നീലപ്പൊന്മാൻ. 2023 നടന്ന 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ വിയ്യപുരം, ചുണ്ടൻ. 2023 നടന്ന 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കളാണ് വിയ്യപുരം, ചുണ്ടൻ. 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം കേശു എന്ന ആന. 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമാണ് കേശു എന്ന ആന. അപ്പോൾ 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം കളിവെള്ളം തുഴയുന്ന നീലു എന്ന നീലപ്പൊന്മാൻ. 2023 നടന്ന 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ വിയ്യപുരം, ചുണ്ടൻ. 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം ചോദിച്ചാൽ കേശു എന്ന ആന. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി മൃതസഞ്ജീവനി. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി. വീരാംഗന ദുർഗാവതി ടൈഗർ റിസർവ് നിലവിൽ വന്നത് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. വീരാംഗന ദുർഗാവതി ടൈഗർ റിസർവ് നിലവിൽ വന്നത് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. കേരളത്തിൽ സർവീസ് തുടങ്ങിയ വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ ലോഗോയിൽ കാണുന്ന മൃഗം കുതിച്ചു ചാടുന്ന ചീറ്റപ്പുലി. കേരളത്തിൽ സർവീസ് തുടങ്ങിയ വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ ലോഗോയിൽ കാണുന്ന മൃഗമാണ് കുതിച്ചു ചാടുന്ന ചീറ്റപ്പുലി. അപ്പോൾ കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി. വീരാംഗന ദുർഗാവതി ടൈഗർ റിസർവ് നിലവിൽ വന്നത് മധ്യപ്രദേശ്. കേരളത്തിൽ സർവീസ് തുടങ്ങിയ വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ ലോഗോയിൽ കാണുന്ന മൃഗമാണ് കുതിച്ചു ചാടുന്ന ചീറ്റപ്പുലി. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ അത്ലറ്റ്സ് കമ്മിറ്റി അധ്യക്ഷനാകുന്ന ആദ്യ ഇന്ത്യൻ താരം PR ശ്രീജേഷ്. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ അത്ലറ്റ്സ് കമ്മിറ്റി അധ്യക്ഷനാകുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് PR ശ്രീജേഷ്. കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് നെയ്യാറ്റിൻകര. കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്കാണ് നെയ്യാറ്റിൻകര. ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലം പാമ്പൻ പാലം.
ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് പാമ്പൻ പാലം. ഒന്നുകൂടെ നോക്കാം. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ അത്ലറ്റ്സ് കമ്മിറ്റി അധ്യക്ഷനാകുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് PR ശ്രീജേഷ്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് നെയ്യാറ്റിൻകര. ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലം പാമ്പൻ പാലം. ഡിജിറ്റൽ സർവകലാശാല നിർമ്മിച്ച കേരളത്തിലെ ആദ്യ AI പ്രോസസർ കൈരളി. ഡിജിറ്റൽ സർവകലാശാല നിർമ്മിച്ച കേരളത്തിലെ ആദ്യ AI പ്രോസസറാണ് കൈരളി. മദർ മേരി കംസ് ടു മീ എന്ന ഓർമ്മക്കുറിപ്പിന്റെ രചയിതാവ് അരുന്ധതി റോയ്. മദർ മേരി കംസ് ടു മീ എന്ന ഓർമ്മക്കുറിപ്പിന്റെ രചയിതാവാണ് അരുന്ധതി റോയ്. പ്രശസ്ത സാഹിത്യകാരി P. വത്സലയുടെ അവസാന നോവൽ ചിത്രലേഖ. പ്രശസ്ത സാഹിത്യകാരി P. വത്സലയുടെ അവസാന നോവലാണ് ചിത്രലേഖ. അപ്പോൾ ഡിജിറ്റൽ സർവകലാശാല നിർമ്മിച്ച കേരളത്തിലെ ആദ്യ AI പ്രോസസറാണ് കൈരളി. മദർ മേരി കംസ് ടു മീ എന്ന ഓർമ്മക്കുറിപ്പിന്റെ രചയിതാവ് അരുന്ധതി റോയ്. പ്രശസ്ത സാഹിത്യകാരി P. വത്സലയുടെ അവസാന നോവലാണ് ചിത്രലേഖ. അധികാരികളെ ഞെട്ടിച്ച ഓഗസ്റ്റ് സ്ഫോടനങ്ങൾ എന്ന പുസ്തകം ആരുടെ ജീവിതകഥയാണ്? KB മേനോൻ. അധികാരികളെ ഞെട്ടിച്ച ഓഗസ്റ്റ് സ്ഫോടനങ്ങൾ എന്ന പുസ്തകം ആരുടെ ജീവിതകഥയാണ്? KB മേനോന്റെ. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ ഇനം മരച്ചീനികളുടെ പേര്? ശ്രീ അന്നം, ശ്രീ മന്ന. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ ഇനം മരച്ചീനികളുടെ പേരാണ് ശ്രീ അന്നം, ശ്രീ മന്ന. കര, നാവിക, വ്യോമസേനകളുടെ സംയുക്ത സൈനിക താവളം നിലവിൽ വരുന്നത്? തിരുവനന്തപുരം. കര, നാവിക, വ്യോമസേനകളുടെ സംയുക്ത സൈനിക താവളം നിലവിൽ വരുന്നത് തിരുവനന്തപുരം. അപ്പോൾ അധികാരികളെ ഞെട്ടിച്ച ഓഗസ്റ്റ് സ്ഫോടനങ്ങൾ എന്ന പുസ്തകം ആരുടെ ജീവിതകഥയാണ്? KB മേനോന്റെ. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ ഇനം മരച്ചീനികളുടെ പേരാണ് ശ്രീ അന്നം, ശ്രീ മന്ന. കര, നാവിക, വ്യോമസേനകളുടെ സംയുക്ത സൈനിക താവളം നിലവിൽ വരുന്നത് തിരുവനന്തപുരം. പട്ടുനൂൽ പുഴു എന്ന നോവൽ എഴുതിയത്? S. ഹരീഷ്. പട്ടുനൂൽ പുഴു എന്ന നോവൽ എഴുതിയത് S. ഹരീഷ്. പൂർണ്ണമായും മാലിന്യമുക്തമാക്കാൻ കോഴിക്കോട് നഗരസഭ പുറത്തിറക്കിയ ആപ്പ്? അഴക്. പൂർണ്ണമായും മാലിന്യമുക്തമാക്കാൻ കോഴിക്കോട് നഗരസഭ പുറത്തിറക്കിയ ആപ്പാണ് അഴക്. 2024 70-ാം വാർഷികം ആഘോഷിച്ച ഉറൂബിന്റെ കൃതി? ഉമ്മാച്ചു. 2024 70-ാം വാർഷികം ആഘോഷിച്ച ഉറൂബിന്റെ കൃതിയാണ് ഉമ്മാച്ചു. ഒന്നുകൂടെ നോക്കാം. പട്ടുനൂൽ പുഴു എന്ന നോവൽ എഴുതിയത് S. ഹരീഷ്. പൂർണ്ണമായും മാലിന്യമുക്തമാക്കാൻ കോഴിക്കോട് നഗരസഭ പുറത്തിറക്കിയ ആപ്പാണ് അഴക്. 2024 70-ാം വാർഷികം ആഘോഷിച്ച ഉറൂബിന്റെ കൃതിയാണ് ഉമ്മാച്ചു. ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിന്റെ ജുഡീഷ്യൽ സിറ്റി സ്ഥാപിതമാകുന്നത് എവിടെ? കളമശ്ശേരി. ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിന്റെ ജുഡീഷ്യൽ സിറ്റി സ്ഥാപിതമാകുന്നത് എവിടെ? കളമശ്ശേരി. കേരള ഫിഷറീസ് സാംസ്കാരിക യുവജനകാര്യ മന്ത്രി? സജി ചെറിയാൻ. കേരള ഫിഷറീസ് സാംസ്കാരിക യുവജനകാര്യ മന്ത്രിയാണ് സജി ചെറിയാൻ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായി സെഞ്ചുറി നേടിയ ആദ്യ മലയാളി? സഞ്ജു സാംസൺ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായി സെഞ്ചുറി നേടിയ ആദ്യ മലയാളിയാണ് സഞ്ജു സാംസൺ. അപ്പോൾ ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിന്റെ ജുഡീഷ്യൽ സിറ്റി സ്ഥാപിതമാകുന്നത് കളമശ്ശേരി. കേരള ഫിഷറീസ് സാംസ്കാരിക യുവജനകാര്യ മന്ത്രി സജി ചെറിയാൻ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായി സെഞ്ചുറി നേടിയ ആദ്യ മലയാളി സഞ്ജു സാംസൺ. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ആദ്യ സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നതിനുള്ള ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി? ഡിജി കേരളം. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ആദ്യ സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നതിനുള്ള ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയാണ് ഡിജി കേരളം. 2024 യൂറോ കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കൾ? സ്പെയിൻ. ഫൈനലിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു. 2024 യൂറോ കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കളാണ് സ്പെയിൻ. ഫൈനലിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു. ഇന്ത്യയിൽ ആദ്യമായി നറുക്കെടുപ്പിലൂടെ രാജ്യസഭാ തിരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനം? ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായി നറുക്കെടുപ്പിലൂടെ രാജ്യസഭാ തിരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. അപ്പോൾ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ആദ്യ സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നതിനുള്ള ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയാണ് ഡിജി കേരളം. 2024 യൂറോ കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കളാണ് സ്പെയിൻ. ഫൈനലിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു. ഇന്ത്യയിൽ ആദ്യമായി നറുക്കെടുപ്പിലൂടെ രാജ്യസഭാ തിരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. കേരളത്തിൽ ബഹിരാകാശ മ്യൂസിയം സ്ഥാപിതമാകുന്നത്? തിരുവനന്തപുരം. കേരളത്തിൽ ബഹിരാകാശ മ്യൂസിയം സ്ഥാപിതമാകുന്നത് തിരുവനന്തപുരം. കൂടിയല്ല ജനിക്കുന്ന നേരത്തും എന്ന പുസ്തകം ആരുടേതാണ്? SK വസന്തൻ.
കൂടിയല്ല ജനിക്കുന്ന നേരത്തും എന്ന പുസ്തകം ആരുടേതാണ്? എസ്.കെ. വസന്തൻ. നീറ്റ് യു.ജി, യു.ജി.സി, നെറ്റ് തുടങ്ങിയ പരീക്ഷകളുടെ നടത്തിപ്പിൽ ദേശീയ പരീക്ഷാ ഏജൻസിയുടെ വീഴ്ചകൾ അന്വേഷിക്കാനുള്ള ഉന്നതതല സമിതിയുടെ ചെയർമാൻ കെ. രാധാകൃഷ്ണൻ. നീറ്റ് യു.ജി, യു.ജി.സി, നെറ്റ് തുടങ്ങിയ പരീക്ഷകളുടെ നടത്തിപ്പിൽ ദേശീയ പരീക്ഷാ ഏജൻസിയുടെ വീഴ്ചകൾ അന്വേഷിക്കാനുള്ള ഉന്നതതല സമിതിയുടെ ചെയർമാനാണ് കെ. രാധാകൃഷ്ണൻ. അപ്പോൾ കേരളത്തിൽ ബഹിരാകാശ മ്യൂസിയം സ്ഥാപിതമാകുന്നത് തിരുവനന്തപുരം. കൂടിയല്ല ജനിക്കുന്ന നേരത്തും എന്ന പുസ്തകം എഴുതിയത് എസ്.കെ. വസന്തൻ. നീറ്റ് യു.ജി, യു.ജി.സി, നെറ്റ് തുടങ്ങിയ പരീക്ഷകളുടെ നടത്തിപ്പിൽ ദേശീയ പരീക്ഷാ ഏജൻസിയുടെ വീഴ്ചകൾ അന്വേഷിക്കാനുള്ള ഉന്നതതല സമിതിയുടെ അധ്യക്ഷനാണ് കെ. രാധാകൃഷ്ണൻ. ഇന്ത്യ വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിന്റെ പേരെന്ത്? പുഷ്പക്. ഇന്ത്യ വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിന്റെ അഥവാ RLV പേരെന്ത്? പുഷ്പക്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. ഭാരതീയ ന്യായ സംഹിതയുടെ അടിസ്ഥാനത്തിലുള്ള രാജ്യത്തെ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തത്? ഗ്വാളിയർ, മധ്യപ്രദേശ്. ഭാരതീയ ന്യായ സംഹിതയുടെ അടിസ്ഥാനത്തിലുള്ള രാജ്യത്തെ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തത് ഗ്വാളിയർ, മധ്യപ്രദേശ്. അപ്പോൾ ഇന്ത്യ വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിന്റെ പേരാണ് പുഷ്പക്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഭാരതീയ ന്യായ സംഹിതയുടെ അടിസ്ഥാനത്തിലുള്ള രാജ്യത്തെ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തത് ഗ്വാളിയർ, മധ്യപ്രദേശ്. തുടർച്ചയായി 3 പാരാലിമ്പിക്സുകളിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം? മാരിയപ്പൻ തങ്കവേലു. തുടർച്ചയായി 3 പാരാലിമ്പിക്സുകളിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് മാരിയപ്പൻ തങ്കവേലു. 2024 ലോക ക്ഷീര ഉച്ചകോടിക്ക് വേദിയായത്? പാരീസ്. 2024 ലോക ക്ഷീര ഉച്ചകോടിക്ക് വേദിയായത് പാരീസ്. 2024 പുരുഷ T20 ക്രിക്കറ്റ് കിരീടം നേടിയത്? ഇന്ത്യ. 2024 പുരുഷ T20 ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യ. അപ്പോൾ തുടർച്ചയായി 3 പാരാലിമ്പിക്സുകളിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് മാരിയപ്പൻ തങ്കവേലു. 2024 ലോക ക്ഷീര ഉച്ചകോടിക്ക് വേദിയായത് പാരീസ്. 2024 പുരുഷ T20 ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യ. ISRO ചെയർമാനാകുന്ന 6ാമത്തെ മലയാളി? വി. നാരായണൻ. ISRO ചെയർമാനാകുന്ന 6ാമത്തെ മലയാളിയാണ് വി. നാരായണൻ. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയായ ജില്ല? തിരുവനന്തപുരം. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയായ ജില്ലയാണ് തിരുവനന്തപുരം. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് നേടിയ ജില്ല? തൃശ്ശൂർ. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് നേടിയ ജില്ലയാണ് തൃശ്ശൂർ. 2025 ജനുവരിയിൽ ബ്രിക്സിൽ അംഗത്വം നേടിയ രാജ്യം? ഇന്തോനേഷ്യ. 2025 ജനുവരിയിൽ ബ്രിക്സിൽ അംഗത്വം നേടിയ രാജ്യമാണ് ഇന്തോനേഷ്യ. ഒന്നുകൂടെ നോക്കാം. ISROയുടെ ചെയർമാനാകുന്ന 6ാമത്തെ മലയാളിയാണ് വി. നാരായണൻ. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയായ ജില്ല? തിരുവനന്തപുരം. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് നേടിയ ജില്ല? തൃശ്ശൂർ. 2025 ജനുവരിയിൽ ബ്രിക്സിൽ അംഗത്വം നേടിയ രാജ്യമാണ് ഇന്തോനേഷ്യ. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 17ാമത് ബഷീർ അവാർഡിന് അർഹനായത്? P.N. ഗോപികൃഷ്ണൻ. കൃതി, കവിത, മാംസഭോജിയാണ്. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 17ാമത് ബഷീർ അവാർഡിന് അർഹനായത് P.N. ഗോപികൃഷ്ണൻ. കൃതി ചോദിച്ചാൽ കവിത, മാംസഭോജിയാണ്. കേരളത്തിലെ നിലവിലെ ജലവിഭവ വകുപ്പ് മന്ത്രി? റോഷി അഗസ്റ്റിൻ. കേരളത്തിലെ നിലവിലെ ജലവിഭവ വകുപ്പ് മന്ത്രിയാണ് റോഷി അഗസ്റ്റിൻ. ഇന്ത്യയിലെ ആദ്യ വനിതാ ആനപ്പാപ്പാൻ? പാർബതി ബറുവ. ഇന്ത്യയിലെ ആദ്യ വനിതാ ആനപ്പാപ്പാൻ പാർബതി ബറുവ. ഭൗമസൂചിക പദവി ലഭിച്ച ആത്തൂർ വെറ്റില ഏത് സംസ്ഥാനത്തെ കാർഷിക വിളയാണ്? തമിഴ്നാട്. ഭൗമസൂചിക പദവി ലഭിച്ച ആത്തൂർ വെറ്റില ഏത് സംസ്ഥാനത്തെ കാർഷിക വിളയാണ്? തമിഴ്നാട്. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 17ാമത് ബഷീർ അവാർഡിന് അർഹനായത് P.N. ഗോപികൃഷ്ണൻ. കൃതി ചോദിച്ചാൽ കവിത, മാംസഭോജിയാണ്. കേരളത്തിലെ നിലവിലെ ജലവിഭവ വകുപ്പ് മന്ത്രിയാണ് റോഷി അഗസ്റ്റിൻ. ഇന്ത്യയിലെ ആദ്യ വനിതാ ആനപ്പാപ്പാനാണ് പാർബതി ബറുവ. ഭൗമസൂചിക പദവി ലഭിച്ച ആത്തൂർ വെറ്റില ഏത് സംസ്ഥാനത്തെ കാർഷിക വിളയാണ്? തമിഴ്നാട്. 18ാമത്തെ ലോക ചെസ് ചാമ്പ്യനായ തമിഴ്നാട്ടുകാരൻ? D. ഗുകേഷ്.
18ാമത്തെ ലോക ചെസ് ചാമ്പ്യനായ തമിഴ്നാട്ടുകാരനാണ് ഡി ഗുകേഷ്. നിലവിലെ ചാമ്പ്യനായിരുന്ന ചൈനീസ് ഗ്രാൻഡ് മാസ്റ്ററായ ഡിങ് ലിറനെയാണ് ഫൈനലിൽ പരാജയപ്പെടുത്തിയത്. അപ്പോൾ നിലവിലെ ചാമ്പ്യനായിരുന്ന ചൈനീസ് ഗ്രാൻഡ് മാസ്റ്ററായ ഡിങ് ലിറനെയാണ് ഫൈനലിൽ പരാജയപ്പെടുത്തിയത്. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ലോക ചെസ് ചാമ്പ്യനാകുന്ന ആദ്യ ഇന്ത്യൻ താരം ഡി ഗുകേഷ്. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ലോക ചെസ് ചാമ്പ്യനാകുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ഡി ഗുകേഷ്. ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യൻ എന്ന ചരിത്ര നേട്ടം കൈവരിച്ചത് ഡി ഗുകേഷ്. 18 വയസ്സാണ് അദ്ദേഹത്തിനുള്ളത്. ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യൻ എന്ന ചരിത്ര നേട്ടം കൈവരിച്ചത് ഡി ഗുകേഷ്, 18 വയസ്സ്. അപ്പോൾ 18ാമത്തെ ലോക ചെസ് ചാമ്പ്യനായ തമിഴ്നാട്ടുകാരനാണ് ഡി ഗുകേഷ്. നിലവിലെ ചാമ്പ്യനായിരുന്ന ചൈനീസ് ഗ്രാൻഡ് മാസ്റ്ററായ ഡിങ് ലിറനെയാണ് ഫൈനലിൽ പരാജയപ്പെടുത്തിയത്. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ലോക ചെസ് ചാമ്പ്യനാകുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ഡി ഗുകേഷ്. ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യൻ എന്ന ചരിത്ര നേട്ടം കൈവരിച്ചത് ഡി ഗുകേഷ്, 18 വയസ്സ്. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 18. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനമാണ് 18. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം 29. 7 സ്വർണം, 9 വെള്ളി, 13 വെങ്കലം. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണമാണ് 29. 7 സ്വർണവും 9 വെള്ളിയും 13 വെങ്കലവുമാണ് നേടിയത്. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഒന്നാമതെത്തിയ രാജ്യം ചൈന. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഒന്നാമതെത്തിയ രാജ്യമാണ് ചൈന. അപ്പോൾ 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 18. ആകെ നേടിയ മെഡലുകൾ 29. 7 സ്വർണവും 9 വെള്ളിയും 13 വെങ്കലവും. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഒന്നാമതെത്തിയ രാജ്യം ചൈന. 10ാമത് ലോക ആയുർവേദ കോൺഗ്രസിന് വേദിയായത് ഡെറാഡൂൺ, ഉത്തരാഖണ്ഡ്. 10ാമത് ലോക ആയുർവേദ കോൺഗ്രസിന് വേദിയായത് ഡെറാഡൂൺ, ഉത്തരാഖണ്ഡ്. സ്വാതന്ത്ര്യാനന്തരം രാജ്യത്തെ ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയ ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. സ്വാതന്ത്ര്യാനന്തരം രാജ്യത്തെ ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയ ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. പക്ഷിപ്പനിയിൽ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം മെക്സിക്കോ. പക്ഷിപ്പനിയിൽ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ് മെക്സിക്കോ. അപ്പോൾ 10ാമത് ലോക ആയുർവേദ കോൺഗ്രസിന് വേദിയായത് ഡെറാഡൂൺ, ഉത്തരാഖണ്ഡ്. സ്വാതന്ത്ര്യാനന്തരം രാജ്യത്തെ ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയ ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. പക്ഷിപ്പനിയിൽ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം മെക്സിക്കോ. രാജ്യത്തെ പ്രായം കുറഞ്ഞ പൈലറ്റ് സമൈറ ഹുള്ളൂർ. കർണാടക സ്വദേശിനിയായ സമൈറ ഹുള്ളൂർ 18ാമത്തെ വയസ്സിൽ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് അഥവാ CPL സ്വന്തമാക്കി. രാജ്യത്തെ പ്രായം കുറഞ്ഞ പൈലറ്റാണ് സമൈറ ഹുള്ളൂർ. കർണാടക സ്വദേശിനിയായ സമൈറ ഹുള്ളൂർ 18ാമത്തെ വയസ്സിൽ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് അഥവാ CPL സ്വന്തമാക്കി. 2025 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്തത് റിയോ ഡി ജനീറോ, ബ്രസീൽ. 2025 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്തത് റിയോ ഡി ജനീറോ, ബ്രസീൽ. 2026 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ചത് മൊറോക്കോയുടെ തലസ്ഥാനമായ റബാത്ത്. 2026 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ചത് റബാത്ത്, മൊറോക്കോയുടെ തലസ്ഥാനം. അപ്പോൾ രാജ്യത്തെ പ്രായം കുറഞ്ഞ പൈലറ്റാണ് സമൈറ ഹുള്ളൂർ. 2025 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്തത് റിയോ ഡി ജനീറോ, ബ്രസീൽ. 2026 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ചത് റബാത്ത്, മൊറോക്കോയുടെ തലസ്ഥാനം. ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രി ഫ്രാൻസ്വാ ബൈറൂ. ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയാണ് ഫ്രാൻസ്വാ ബൈറൂ. ഫ്രാൻസിന്റെ നിലവിലെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. ഫ്രാൻസിന്റെ നിലവിലെ പ്രസിഡന്റാണ് ഇമ്മാനുവൽ മാക്രോൺ. 2024 25ാമത് പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് റഫീഖ് അഹമ്മദ്. 2024 25ാമത് പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് റഫീഖ് അഹമ്മദ്. അപ്പോൾ ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയാണ് ഫ്രാൻസ്വാ ബൈറൂ. ഫ്രാൻസിന്റെ നിലവിലെ പ്രസിഡന്റാണ് ഇമ്മാനുവൽ മാക്രോൺ. 2024 25ാമത് പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് റഫീഖ് അഹമ്മദ്. US ചേംബർ ഓഫ് കൊമേഴ്സ് 2024 ഫെബ്രുവരിയിൽ പുറത്തിറക്കിയ ആഗോള ബൗദ്ധിക സ്വത്തവകാശ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 42.
US ചേംബർ ഓഫ് കൊമേഴ്സ് 2024 ഫെബ്രുവരിയിൽ പുറത്തിറക്കിയ ആഗോള ബൗദ്ധിക സ്വത്തവകാശ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനമാണ് 42. അമേരിക്ക, UK, ഫ്രാൻസ് എന്നിവയാണ് 1, 2, 3 സ്ഥാനങ്ങളിൽ. കാർഷിക സേവനങ്ങൾക്കായി കേരള കൃഷി വകുപ്പ് തയ്യാറാക്കിയ ഏകജാല സംവിധാനം കതിർ. എന്താണ് കതിറിൻ്റെ ഫുൾ ഫോം? കേരള അഗ്രികൾച്ചറൽ ടെക്നോളജി ഹബ് ആൻഡ് ഇൻഫർമേഷൻ റിപ്പോസിറ്ററി. അപ്പോൾ കാർഷിക സേവനങ്ങൾക്കായി കേരള കൃഷി വകുപ്പ് തയ്യാറാക്കിയ ഏകജാല സംവിധാനമാണ് കതിർ അഥവാ കേരള അഗ്രികൾച്ചറൽ ടെക്നോളജി ഹബ് ആൻഡ് ഇൻഫർമേഷൻ റിപ്പോസിറ്ററി. അപ്പോൾ US ചേംബർ ഓഫ് കൊമേഴ്സ് 2024 ഫെബ്രുവരിയിൽ പുറത്തിറക്കിയ ആഗോള ബൗദ്ധിക സ്വത്തവകാശ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 42. അമേരിക്ക, UK, ഫ്രാൻസ് എന്നിവയാണ് 1, 2, 3 സ്ഥാനങ്ങളിൽ. കാർഷിക സേവനങ്ങൾക്കായി കേരള കൃഷി വകുപ്പ് തയ്യാറാക്കിയ ഏകജാലക സംവിധാനമാണ് കതിർ. കതിറിന്റെ ഫുൾ ഫോം ആണ് കേരള അഗ്രികൾച്ചറൽ ടെക്നോളജി ഹബ് ആൻഡ് ഇൻഫർമേഷൻ റിപ്പോസിറ്ററി. ജലസ്രോതസ്സുകളുടെയും നീർച്ചാലുകളുടെയും വീണ്ടെടുപ്പ് ലക്ഷ്യമിട്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഹരിത കേരളം മിഷൻ സംഘടിപ്പിക്കുന്ന ജനകീയ ക്യാമ്പയിൻ ഇനി ഞാൻ ഒഴുകട്ടെ. ജലസ്രോതസ്സുകളുടെയും നീർച്ചാലുകളുടെയും വീണ്ടെടുപ്പ് ലക്ഷ്യമിട്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഹരിത കേരളം മിഷൻ സംഘടിപ്പിക്കുന്ന ജനകീയ ക്യാമ്പയിനാണ് ഇനി ഞാൻ ഒഴുകട്ടെ. കേരളത്തെ സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട് സർക്കാർ പ്രഖ്യാപിച്ച ജനകീയ ക്യാമ്പയിൻ മാലിന്യമുക്തം നവകേരളം. കേരളത്തെ സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട് സർക്കാർ പ്രഖ്യാപിച്ച ജനകീയ ക്യാമ്പയിനാണ് മാലിന്യമുക്തം നവകേരളം. അപ്പോൾ ഇനി ഞാൻ ഒഴുകട്ടെ പദ്ധതി എന്താണ്? ജലസ്രോതസ്സുകളുടെയും നീർച്ചാലുകളുടെയും വീണ്ടെടുപ്പ് ലക്ഷ്യമിട്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഹരിത കേരള മിഷൻ സംഘടിപ്പിക്കുന്ന ജനകീയ ക്യാമ്പയിനാണ് ഇനി ഞാൻ ഒഴുകട്ടെ. കേരളത്തെ സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട് സർക്കാർ പ്രഖ്യാപിച്ച ജനകീയ ക്യാമ്പയിനാണ് മാലിന്യമുക്തം നവകേരളം. അനുര കുമാര ദിസനായകെ ഏതു രാജ്യത്തിൻ്റെ പുതിയ പ്രസിഡന്റായാണ് ചുമതലയേറ്റത്? ശ്രീലങ്ക. അനുര കുമാര ദിസനായകെ ഏതു രാജ്യത്തിൻ്റെ പുതിയ പ്രസിഡന്റായാണ് ചുമതലയേറ്റത്? ശ്രീലങ്ക. 2024 ഡിസംബറിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഫ്രാൻസിൻ്റെ അധീനതയിലുള്ള മയോട്ട് ദ്വീപിൽ നാശം വിതച്ച ചുഴലിക്കാറ്റ് ചീഡോ ചുഴലിക്കാറ്റ്. 2024 ഡിസംബറിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഫ്രാൻസിൻ്റെ അധീനതയിലുള്ള മയോട്ട് ദ്വീപിൽ നാശം വിതച്ച ചുഴലിക്കാറ്റാണ് ചീഡോ ചുഴലിക്കാറ്റ്. 2024 PT തോമസ് സ്മാരക പുരസ്കാരം ലഭിച്ചത് MT വാസുദേവൻ നായർ. 2024 PT തോമസ് സ്മാരക പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? MT വാസുദേവൻ നായർക്ക്. അപ്പോൾ ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റാണ് അനുര കുമാര ദിസനായകെ. 2024 ഡിസംബറിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഫ്രാൻസിൻ്റെ അധീനതയിലുള്ള മയോട്ട് ദ്വീപിൽ നാശം വിതച്ച ചുഴലിക്കാറ്റാണ് ചീഡോ ചുഴലിക്കാറ്റ്. 2024 PT തോമസ് സ്മാരക പുരസ്കാരം ലഭിച്ചത് MT വാസുദേവൻ നായർ. 2024 ഇന്ത്യൻ അണ്ടർ 19 ഏഷ്യ കപ്പ് വേദി മലേഷ്യ. 2024 ഇന്ത്യൻ അണ്ടർ 19 ഏഷ്യ കപ്പ് വേദിയാണ് മലേഷ്യ. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൻ്റെ ആദ്യത്തെ ഡയബറ്റിസ് ബയോബാങ്ക് സ്ഥാപിതമായത് ചെന്നൈ. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൻ്റെ ആദ്യത്തെ ഡയബറ്റിസ് ബയോബാങ്ക് സ്ഥാപിതമായത് ചെന്നൈ. അടുത്തിടെ അന്തരിച്ച ഉസ്താദ് സക്കീർ ഹുസൈൻ ഏതു മേഖലയിൽ പ്രശസ്തനായിരുന്നു? തബല. അടുത്തിടെ അന്തരിച്ച ഉസ്താദ് സക്കീർ ഹുസൈൻ ഏതു മേഖലയിൽ പ്രശസ്തനായിരുന്നു? തബല. അപ്പോൾ 2024 ഇന്ത്യൻ അണ്ടർ 19 ഏഷ്യ കപ്പ് വേദിയാണ് മലേഷ്യ. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൻ്റെ ആദ്യത്തെ ഡയബറ്റിസ് ബയോബാങ്ക് സ്ഥാപിതമായത് ചെന്നൈ. അടുത്തിടെ അന്തരിച്ച ഉസ്താദ് സക്കീർ ഹുസൈൻ ഏതു മേഖലയിൽ പ്രശസ്തനായിരുന്നു? തബല. 2024 ലോക പത്രമാധ്യമ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 159. 2024 ലോക പത്രമാധ്യമ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനമാണ് 159. ഇന്ത്യൻ നാവികസേനാ മേധാവി ദിനേശ് കുമാർ ത്രിപാഠി. ഇന്ത്യൻ നാവികസേനാ മേധാവിയാണ് ദിനേശ് കുമാർ ത്രിപാഠി. ഇന്ത്യയുടെ നിലവിലെ സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൗഹാൻ. ഇന്ത്യയുടെ നിലവിലെ സംയുക്ത സൈനിക മേധാവിയാണ് ജനറൽ അനിൽ ചൗഹാൻ. അപ്പോൾ 2024 ലോക പത്രമാധ്യമ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 159. ഇന്ത്യൻ നാവികസേനാ മേധാവിയാണ് ദിനേശ് കുമാർ ത്രിപാഠി. ഇന്ത്യയുടെ നിലവിലെ സംയുക്ത സൈനിക മേധാവിയാണ് ജനറൽ അനിൽ ചൗഹാൻ. കേരളത്തിലെ ഇപ്പോഴത്തെ നിയമമന്ത്രി പി രാജീവ്. കേരളത്തിലെ ഇപ്പോഴത്തെ നിയമമന്ത്രിയാണ് പി രാജീവ്. കേരളത്തിൽ വനിതകൾക്കായുള്ള ഫുട്ബോൾ അക്കാദമി സ്ഥാപിക്കുന്നത് എവിടെ? എറണാകുളം. കേരളത്തിൽ വനിതകൾക്കായുള്ള ഫുട്ബോൾ അക്കാദമി സ്ഥാപിക്കുന്നത് എവിടെ? എറണാകുളം.
മികച്ച കായിക താരത്തിനുള്ള 2024 36ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ച ട്രിപ്പിൾ ജമ്പ് താരം ഒളിമ്പ്യൻ അബ്ദുള്ള അബൂബക്കർ. മികച്ച കായിക താരത്തിനുള്ള 2024 36ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ച ട്രിപ്പിൾ ജമ്പ് താരമാണ് ഒളിമ്പ്യൻ അബ്ദുള്ള അബൂബക്കർ. അപ്പോൾ കേരളത്തിലെ നിലവിലെ നിയമമന്ത്രിയാണ് പി രാജീവ്. കേരളത്തിൽ വനിതകൾക്കായുള്ള ഫുട്ബോൾ അക്കാദമി സ്ഥാപിക്കുന്നത് എറണാകുളം. മികച്ച കായിക താരത്തിനുള്ള 2024 36ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ച ട്രിപ്പിൾ ജമ്പ് താരമാണ് ഒളിമ്പ്യൻ അബ്ദുള്ള അബൂബക്കർ. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം 3ാം പതിപ്പിനോടനുബന്ധിച്ച് നൽകുന്ന നിയമസഭാ അവാർഡിന് അർഹനായത് എം മുകുന്ദൻ. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം 3ാം പതിപ്പിനോടനുബന്ധിച്ച് നൽകുന്ന നിയമസഭാ അവാർഡിന് അർഹനായത് എം മുകുന്ദൻ. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ദക്ഷിണ കൊറിയൻ എഴുത്തുകാരി ആരാണ്? ഹാൻ കാങ്. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ദക്ഷിണ കൊറിയൻ എഴുത്തുകാരൻ ആരാണ്? ഹാൻ കാങ്. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം 3ാം പതിപ്പിനോടനുബന്ധിച്ച് നൽകുന്ന നിയമസഭാ അവാർഡിന് അർഹനായത് എം മുകുന്ദൻ. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയാണ് ഹാൻ കാങ്. സ്കൂൾ ബസ്സുകളുടെ സഞ്ചാരം രക്ഷിതാക്കൾക്ക് മനസ്സിലാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് പുതിയതായി കൊണ്ടുവന്ന ആപ്പ് വിദ്യാവാഹൻ. സ്കൂൾ ബസ്സുകളുടെ സഞ്ചാരം രക്ഷിതാക്കൾക്ക് മനസ്സിലാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് പുതിയതായി കൊണ്ടുവന്ന ആപ്പാണ് വിദ്യാവാഹൻ. ആദിവാസി ഊരുകളിൽ നിന്നും കുട്ടികളെ സ്കൂളുകളിൽ എത്തിക്കാനുള്ള പദ്ധതി ഗോത്രസാരഥി. ആദിവാസി ഊരുകളിൽ നിന്നും കുട്ടികളെ സ്കൂളുകളിൽ എത്തിക്കാനുള്ള പദ്ധതിയാണ് ഗോത്രസാരഥി. അപ്പോൾ സ്കൂൾ ബസ്സുകളുടെ സഞ്ചാരം രക്ഷിതാക്കൾക്ക് മനസ്സിലാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് പുതിയതായി കൊണ്ടുവന്ന ആപ്പാണ് വിദ്യാവാഹൻ. ആദിവാസി ഊരുകളിൽ നിന്നും കുട്ടികളെ സ്കൂളുകളിൽ എത്തിക്കാനുള്ള പദ്ധതി ഏതാണ്? ഗോത്രസാരഥി. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച മുൻ ചീഫ് സെക്രട്ടറിയും കവിയും ഗാനരചയിതാവുമായ വ്യക്തി കെ ജയകുമാർ. പിങ്ങള കേശിനി എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച മുൻ ചീഫ് സെക്രട്ടറിയും കവിയും ഗാനരചയിതാവുമായ വ്യക്തിയാണ് കെ ജയകുമാർ. പിങ്ങള കേശിനി എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. ആട്ടം എന്ന ദേശീയ അവാർഡ് നേടിയ ചിത്രത്തിൻ്റെ സംവിധായകൻ ആനന്ദ് ഏകർഷി. ആട്ടം എന്ന ദേശീയ അവാർഡ് നേടിയ ചിത്രത്തിൻ്റെ സംവിധായകനാണ് ആനന്ദ് ഏകർഷി. 45ാമത് ചെസ് ഒളിമ്പ്യാഡ് നടന്ന സ്ഥലം ബുഡാപെസ്റ്റ്. 45ാമത് ചെസ് ഒളിമ്പ്യാഡ് നടന്ന സ്ഥലമാണ് ബുഡാപെസ്റ്റ്. ഒന്നുകൂടെ നോക്കാം. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച മുൻ ചീഫ് സെക്രട്ടറിയും കവിയും ഗാനരചയിതാവുമായ വ്യക്തിയാണ് കെ ജയകുമാർ. പിങ്ങള കേശിനി എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. ആട്ടം എന്ന ദേശീയ അവാർഡ് നേടിയ ചിത്രത്തിൻ്റെ സംവിധായകനാണ് ആനന്ദ് ഏകർഷി. 45ാമത് ചെസ് ഒളിമ്പ്യാഡ് നടന്ന സ്ഥലമാണ് ബുഡാപെസ്റ്റ്. ലോകത്തിലെ ഏറ്റവും വായു മലിനീകരണമുള്ള നഗരമായി മാറിയത് വിയറ്റ്നാമിൻ്റെ തലസ്ഥാനമായ ഹാനോയ്. ലോകത്തിലെ ഏറ്റവും വായു മലിനീകരണമുള്ള നഗരമായി മാറിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ വിയറ്റ്നാമിൻ്റെ തലസ്ഥാനമായ ഹാനോയ്. ഹാനോയ് എന്തിൻ്റെ തലസ്ഥാനമാണ്? വിയറ്റ്നാമിൻ്റെ. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വായു മലിനീകരണമുള്ള നഗരമായി മാറിയത് വിയറ്റ്നാമിൻ്റെ തലസ്ഥാനമായ ഹാനോയ്. 2025 എന്ത് വർഷമായിട്ടാണ് UN ആചരിക്കാൻ തീരുമാനിച്ചത്? അന്താരാഷ്ട്ര സഹകരണ വർഷം, അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് വർഷം. 2025 എന്ത് വർഷമായിട്ടാണ് UN ആചരിക്കാൻ തീരുമാനിച്ചത്? അന്താരാഷ്ട്ര സഹകരണ വർഷം, അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് വർഷം. അപ്പോൾ 2025 അന്താരാഷ്ട്ര സഹകരണ വർഷവും അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് വർഷവുമായി ആചരിക്കാനാണ് UN തീരുമാനിച്ചത്. സംസ്ഥാന സർക്കാരിൻ്റെ 2025 ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംസ്ഥാന സർക്കാരിൻ്റെ 2025 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് 2025 സംസ്ഥാന സർക്കാരിൻ്റെ ഹരിവരാസന പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വായു മലിനീകരണമുള്ള നഗരമായി മാറിയത് വിയറ്റ്നാമിൻ്റെ തലസ്ഥാനമായ ഹാനോയ്. 2025 എന്ത് വർഷമായിട്ടാണ് UN ആചരിക്കാൻ തീരുമാനിച്ചതെന്ന് ചോദിച്ചാൽ അന്താരാഷ്ട്ര സഹകരണ വർഷം, അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് വർഷം. സംസ്ഥാന സർക്കാരിൻ്റെ 2025 ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 2024 ഖേൽരത്ന അവാർഡിന് അർഹരായവർ ആരെല്ലാം? ഡി ഗുകേഷ് ചെസ്,
മനു ഭാക്കർ ഷൂട്ടിംഗ്, ഹർമൻപ്രീത് സിംഗ് ഹോക്കി, പ്രവീൺ കുമാർ പാര അത്ലറ്റിക്സ്. അപ്പോൾ 2024 ഖേൽരത്ന അവാർഡിന് അർഹരായവരാണ് ഡി ഗുകേഷ് ചെസ്, മനു ഭാക്കർ ഷൂട്ടിംഗ്, ഹർമൻപ്രീത് സിംഗ് ഹോക്കി, പ്രവീൺ കുമാർ പാര അത്ലറ്റിക്സ്. അപ്പോൾ പേര് മാത്രം പഠിക്കാതെ അവർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുകൂടെ പഠിക്കണം. അപ്പോൾ 2024 ഖേൽരത്ന അവാർഡിന് അർഹരായവർ ആരൊക്കെയാണ്? ഡി ഗുകേഷ് ചെസ്, മനു ഭാക്കർ ഷൂട്ടിംഗ്, ഹർമൻപ്രീത് സിംഗ് ഹോക്കി, പ്രവീൺ കുമാർ പാര അത്ലറ്റിക്സ്. അപ്പോൾ 4 പേർക്കാണ് കേട്ടോ 2024 ഖേൽരത്ന അവാർഡ് ലഭിച്ചത്. 2024 മികച്ച പരിശീലകനുള്ള ദ്രോണാചാര്യ ആജീവനാന്ത പുരസ്കാരത്തിന് അർഹനായ മലയാളി എസ് മുരളീധരൻ, ബാഡ്മിൻ്റൺ കോച്ച്. 2024 മികച്ച പരിശീലകനുള്ള ദ്രോണാചാര്യ ആജീവനാന്ത പുരസ്കാരത്തിന് അർഹനായ മലയാളി എസ് മുരളീധരൻ, ബാഡ്മിൻ്റൺ കോച്ച്. അപ്പോൾ ബാഡ്മിൻ്റൺ കോച്ചായ എസ് മുരളീധരനാണ് 2024 മികച്ച പരിശീലകനുള്ള ദ്രോണാചാര്യ ആജീവനാന്ത പുരസ്കാരം ലഭിച്ചത്. 2024 അർജുന അവാർഡ് നേടിയ മലയാളി നീന്തൽ താരം സാജൻ പ്രകാശ്. 2024 അർജുന അവാർഡ് നേടിയ മലയാളി നീന്തൽ താരമാണ് സാജൻ പ്രകാശ്. അപ്പോൾ സാജൻ പ്രകാശ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട ആളാണ്? നീന്തൽ താരമാണ്. അപ്പോൾ 2024 അർജുന അവാർഡ് നേടിയ മലയാളി നീന്തൽ താരമാണ് സാജൻ പ്രകാശ്. ഖേൽരത്ന അവാർഡിന് അർഹനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കായിക താരം ഡി ഗുകേഷ്. ഖേൽരത്ന അവാർഡിന് അർഹനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കായിക താരമാണ് ഡി ഗുകേഷ്. ഡി ഗുകേഷ് ആണ് ഖേൽരത്ന അവാർഡിന് അർഹനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കായിക താരം. അപ്പോൾ 2024 മികച്ച പരിശീലകനുള്ള ദ്രോണാചാര്യ ആജീവനാന്ത പുരസ്കാരത്തിന് അർഹനായ മലയാളിയാണ് ബാഡ്മിൻ്റൺ കോച്ചായ എസ് മുരളീധരൻ. 2024 അർജുന അവാർഡ് നേടിയ മലയാളി നീന്തൽ താരമാണ് സാജൻ പ്രകാശ്. ഖേൽരത്ന അവാർഡിന് അർഹനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കായിക താരമാണ് ഡി ഗുകേഷ്. ബ്രിക്സ് രാജ്യങ്ങളുടെ 16ാമത് ഉച്ചകോടി ഒക്ടോബറിൽ എവിടെയാണ് നടന്നത്? കസാൻ, റഷ്യ. ബ്രിക്സ് രാജ്യങ്ങളുടെ 16ാമത് ഉച്ചകോടി ഒക്ടോബറിൽ എവിടെയാണ് നടന്നത്? കസാൻ, റഷ്യ. 2024 ഡിസംബറിൽ 179ഓളം പേരുടെ മരണത്തിന് ഇടയാക്കിയ വിമാന ദുരന്തം നടന്ന രാജ്യം ദക്ഷിണ കൊറിയ. 2024 ഡിസംബറിൽ 179ഓളം പേരുടെ മരണത്തിനിടയാക്കിയ വിമാന ദുരന്തം നടന്ന രാജ്യമാണ് ദക്ഷിണ കൊറിയ. മരണാനന്തര അവയവദാനം നടത്തുന്നവരുടെ ശവസംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നടത്താൻ തീരുമാനിച്ച സംസ്ഥാനം തമിഴ്നാട്. മരണാനന്തര അവയവദാനം നടത്തുന്നവരുടെ ശവസംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നടത്താൻ തീരുമാനിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. നിലവിലെ മണിപ്പൂർ മുഖ്യമന്ത്രി ബീരേൻ സിംഗ്. നിലവിലെ മണിപ്പൂർ മുഖ്യമന്ത്രിയാണ് ബീരേൻ സിംഗ്. ഒന്നുകൂടെ നോക്കാം. ബ്രിക്സ് രാജ്യങ്ങളുടെ 16ാമത് ഉച്ചകോടി ഒക്ടോബറിൽ നടന്നത് കസാൻ, റഷ്യ. 2024 ഡിസംബറിൽ 179ഓളം പേരുടെ മരണത്തിനിടയാക്കിയ വിമാന ദുരന്തം നടന്ന രാജ്യം ദക്ഷിണ കൊറിയ. മരണാനന്തര അവയവദാനം നടത്തുന്നവരുടെ ശവസംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നടത്താൻ തീരുമാനിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. നിലവിലെ മണിപ്പൂർ മുഖ്യമന്ത്രിയാണ് ബീരേൻ സിംഗ്. ഇന്ത്യയിലെ ആദ്യ കേബിൾ റെയിൽവേ പാലം സ്ഥിതി ചെയ്യുന്നത് അൻജിഘഡ്, ജമ്മു കാശ്മീർ. ഇന്ത്യയിലെ ആദ്യ കേബിൾ റെയിൽവേ പാലം സ്ഥിതി ചെയ്യുന്നത് അൻജിഘഡ്, ജമ്മു കാശ്മീർ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി ചുമതലയേറ്റത് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി ചുമതലയേറ്റത് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. 2024 സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീട ജേതാക്കൾ പശ്ചിമ ബംഗാൾ. ഫൈനലിൽ കേരളത്തിനെ തോൽപ്പിച്ചു. 2024 സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീട ജേതാക്കളാണ് പശ്ചിമ ബംഗാൾ. ഫൈനലിൽ കേരളത്തിനെ തോൽപ്പിച്ചു. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ കേബിൾ റെയിൽവേ പാലം സ്ഥിതി ചെയ്യുന്നത് അൻജിഘഡ്, ജമ്മു കാശ്മീർ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി ചുമതലയേറ്റത് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. 2024 സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീട ജേതാക്കൾ പശ്ചിമ ബംഗാൾ. ഫൈനലിൽ കേരളത്തിനെ തോൽപ്പിച്ചു. നാസ വിക്ഷേപിച്ച സൗരദൗത്യം പാർക്കർ സോളാർ പ്രോബ്. നാസ വിക്ഷേപിച്ച സൗരദൗത്യമാണ് പാർക്കർ സോളാർ പ്രോബ്. ഉപഭോക്തൃ പരാതികൾ എളുപ്പത്തിൽ ഫയൽ ചെയ്യാൻ ദേശീയ ഉപഭോക്തൃ ഹെൽപ്പ് ലൈൻ വെബ്സൈറ്റിൽ ആരംഭിച്ച ചാറ്റ്ബോട്ട് ജാഗൃതി. ഉപഭോക്തൃ പരാതികൾ എളുപ്പത്തിൽ ഫയൽ ചെയ്യാൻ ദേശീയ ഉപഭോക്തൃ ഹെൽപ്പ് ലൈൻ വെബ്സൈറ്റിൽ ആരംഭിച്ച ചാറ്റ്ബോട്ടാണ് ജാഗൃതി. ഇന്ത്യയിലെ ആദ്യത്തെ സീറോ വേസ്റ്റ് എയർപോർട്ട് ഇൻഡോർ. ഇന്ത്യയിലെ ആദ്യത്തെ സീറോ വേസ്റ്റ് എയർപോർട്ടാണ് ഇൻഡോർ.
അപ്പോൾ നാസ വിക്ഷേപിച്ച സൗരദൗത്യത്തിൻ്റെ പേരാണ് പാർക്കർ സോളാർ പ്രോബ്. ഉപഭോക്തൃ പരാതികൾ എളുപ്പത്തിൽ ഫയൽ ചെയ്യാൻ ദേശീയ ഉപഭോക്തൃ ഹെൽപ്പ് ലൈൻ വെബ്സൈറ്റിൽ ആരംഭിച്ച ചാറ്റ് ബോട്ടാണ് ജാഗൃതി. ഇന്ത്യയിലെ ആദ്യത്തെ സീറോ വേസ്റ്റ് എയർപോർട്ടാണ് ഇൻഡോർ. 2023 സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഓഫ് കേരളയുടെ കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്ന ജില്ല തിരുവനന്തപുരം. 2023 സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഓഫ് കേരളയുടെ കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്ന ജില്ല തിരുവനന്തപുരം. MD വാസുദേവൻ നായരുടെ മുഴുവൻ പേര്: മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ. MD വാസുദേവൻ നായരുടെ മുഴുവൻ പേരാണ് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ വിനോദസഞ്ചാര ബോട്ട് ഇന്ദ്ര. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ വിനോദസഞ്ചാര ബോട്ടാണ് ഇന്ദ്ര. അപ്പോൾ 2023 സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഓഫ് കേരളയുടെ കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്ന ജില്ലയാണ് തിരുവനന്തപുരം. MD വാസുദേവൻ നായരുടെ മുഴുവൻ പേരാണ് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ വിനോദസഞ്ചാര ബോട്ടാണ് ഇന്ദ്ര. കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തി മാറ്റാനും സുരക്ഷിത ഇൻ്റർനെറ്റ് ഉപയോഗം പഠിപ്പിക്കാനുമുള്ള കേരള പോലീസിൻ്റെ പദ്ധതി DDAD. കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തി മാറ്റാനും സുരക്ഷിത ഇൻ്റർനെറ്റ് ഉപയോഗം പഠിപ്പിക്കാനുമുള്ള കേരള പോലീസിൻ്റെ പദ്ധതിയാണ് DDAD. കേരളത്തിൽ വനവിസ്തൃതിയിൽ രണ്ടാമതുള്ള ജില്ല മലപ്പുറം. കേരളത്തിൽ വനവിസ്തൃതിയിൽ രണ്ടാമതുള്ള ജില്ലയാണ് മലപ്പുറം. കുവൈത്തിൻ്റെ പരമോന്നത ബഹുമതിയായ ദ ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ നേടിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കുവൈറ്റിൻ്റെ പരമോന്നത ബഹുമതിയായ ദ ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ നേടിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അപ്പോൾ കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തി മാറ്റാനും സുരക്ഷിത ഇൻ്റർനെറ്റ് ഉപയോഗം പഠിപ്പിക്കാനുമുള്ള കേരള പോലീസിൻ്റെ പദ്ധതിയാണ് DDAD. കേരളത്തിൽ വനവിസ്തൃതിയിൽ രണ്ടാമതുള്ള ജില്ലയാണ് മലപ്പുറം. കുവൈത്തിൻ്റെ പരമോന്നത ബഹുമതിയായ ദ ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ നേടിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഡിജിഡോഗ് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ച രാജ്യം ഏതാണ്? അമേരിക്ക. ഡിജിഡോഗ് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ച രാജ്യം ഏതാണ്? അമേരിക്ക. തീപായ് മുഖ് ഡാം ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് കാരണമാണ്? ഇന്ത്യ, ബംഗ്ലാദേശ്. തീപായ് മുഖ് ഡാം ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് കാരണമാണ്? ഇന്ത്യ, ബംഗ്ലാദേശ്. അപ്പോൾ ഡിജിഡോഗ് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ച രാജ്യമാണ് അമേരിക്ക. തീപായ് മുഖ് ഡാം ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് കാരണമാണ്? ഇന്ത്യ, ബംഗ്ലാദേശ്. ഗോത്രവിഭാഗത്തിലെ യുവതീ യുവാക്കൾക്ക് ഉപജീവനമാർഗം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ തുടങ്ങിയ പദ്ധതി KTIC പദ്ധതി അഥവാ കുടുംബശ്രീ ട്രൈബൽ എൻ്റർപ്രൈസസ് ആൻഡ് ഇന്നൊവേഷൻ സെൻറ്റർ. ഗോത്രവിഭാഗത്തിലെ യുവതീ യുവാക്കൾക്ക് ഉപജീവനമാർഗം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ തുടങ്ങിയ പദ്ധതിയാണ് KTIC പദ്ധതി അഥവാ കുടുംബശ്രീ ട്രൈബൽ എൻ്റർപ്രൈസസ് ആൻഡ് ഇന്നൊവേഷൻ സെൻറ്റർ. 10ാമത് പ്രസിഡന്റ് ട്രോഫി ജലോത്സവത്തിൽ കിരീടം ചൂടിയത് വിയ്യപുരം ചുണ്ടൻ. 10ാമത് പ്രസിഡന്റ്സ് ട്രോഫി ജലോത്സവത്തിൽ കിരീടം ചൂടിയത് വിയ്യപുരം ചുണ്ടൻ. പ്രഥമ അണ്ടർ-19 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റിൻ്റെ വേദി കോലാലംപൂർ, മലേഷ്യ. പ്രഥമ അണ്ടർ-19 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റിൻ്റെ വേദിയാണ് കോലാലംപൂർ, മലേഷ്യ. അപ്പോൾ ഗോത്രവിഭാഗത്തിലെ യുവതീ യുവാക്കൾക്ക് ഉപജീവനമാർഗം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ തുടങ്ങിയ പദ്ധതിയാണ് KTIC പദ്ധതി അഥവാ കുടുംബശ്രീ ട്രൈബൽ എൻ്റർപ്രൈസസ് ആൻഡ് ഇന്നൊവേഷൻ സെൻറ്റർ. 10ാമത് പ്രസിഡന്റ്സ് ട്രോഫി ജലോത്സവത്തിൽ കിരീടം ചൂടിയത് വിയ്യപുരം ചുണ്ടൻ. പ്രഥമ അണ്ടർ-19 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റിൻ്റെ വേദി കോലാലംപൂർ, മലേഷ്യ. പ്രഥമ അണ്ടർ-19 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യ. ഫൈനലിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി. പ്രഥമ അണ്ടർ-19 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യ. ഫൈനലിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി. പഠനത്തിൽ മികവ് പുലർത്തുന്ന നിർധന വിദ്യാർത്ഥികളെ കണ്ടെത്തി ഫൈബർ കണക്ഷൻ നൽകുന്ന BSNLൻ്റെ പദ്ധതി വിദ്യാമിത്രം. പഠനത്തിൽ മികവ് പുലർത്തുന്ന നിർധന വിദ്യാർത്ഥികളെ കണ്ടെത്തി ഫൈബർ കണക്ഷൻ നൽകുന്ന BSNLൻ്റെ പദ്ധതിയാണ് വിദ്യാമിത്രം. അടുത്തിടെ രാജിവെച്ച കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ. അടുത്തിടെ രാജിവെച്ച കാനഡയുടെ പ്രധാനമന്ത്രിയാണ് ജസ്റ്റിൻ ട്രൂഡോ. അപ്പോൾ പ്രഥമ അണ്ടർ-19 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യ. ഫൈനലിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി. പഠനത്തിൽ മികവ് പുലർത്തുന്ന നിർധന വിദ്യാർത്ഥികളെ കണ്ടെത്തി ഫൈബർ കണക്ഷൻ നൽകുന്ന BSNLൻ്റെ പദ്ധതിയാണ് വിദ്യാമിത്രം. അടുത്തിടെ രാജിവെച്ച കാനഡയുടെ പ്രധാനമന്ത്രിയാണ് ജസ്റ്റിൻ ട്രൂഡോ. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന സിനിമ സംവിധാനം ചെയ്തത് പായൽ കപാഡിയ. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന സിനിമ സംവിധാനം ചെയ്തത് പായൽ കപാഡിയ.
ടങ്സ്റ്റൺ ലോഹം ഖനനം ചെയ്യാനുള്ള പദ്ധതിക്ക് കേന്ദ്രം അനുമതി നൽകിയ തമിഴ്നാട്ടിലെ സ്ഥലം. മധുര ജില്ലയിൽ മേലൂർ താലൂക്കിലെ നായക്കർപട്ടി. ടങ്സ്റ്റൺ ലോഹം ഖനനം ചെയ്യാനുള്ള പദ്ധതിക്ക് കേന്ദ്രം അനുമതി നൽകിയ തമിഴ്നാട്ടിലെ സ്ഥലമാണ് മധുര ജില്ലയിൽ മേലൂർ താലൂക്കിലെ നായക്കർപട്ടി. മലയാളി കായികതാരം അപർണ ബാലൻ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബാഡ്മിൻ്റൺ. മലയാളി കായികതാരം അപർണ ബാലൻ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബാഡ്മിൻ്റൺ. അപ്പോൾ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന സിനിമ സംവിധാനം ചെയ്തത് പായൽ കപാഡിയ. ടങ്സ്റ്റൺ ലോഹം ഖനനം ചെയ്യാനുള്ള പദ്ധതിക്ക് കേന്ദ്രം അനുമതി നൽകിയ തമിഴ്നാട്ടിലെ സ്ഥലമാണ് മധുര ജില്ലയിൽ മേലൂർ താലൂക്കിലെ നായക്കർപട്ടി. മലയാളി കായികതാരം അപർണ ബാലൻ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബാഡ്മിൻ്റൺ. 2024 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ സ്ഥിരാംഗത്വം ലഭിച്ച 5 പുതിയ രാജ്യങ്ങൾ. ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. 2024 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ സ്ഥിരാംഗത്വം ലഭിച്ച 5 പുതിയ രാജ്യങ്ങളാണ് ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. വാഷിംഗ്ടൺ പോസ്റ്റ് തിരഞ്ഞെടുത്ത 2023 10 മികച്ച പുസ്തകങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ദ കവനന്റ് ഓഫ് വാട്ടർ അഥവാ ജലജന്മങ്ങൾ എന്ന നോവലിൻ്റെ രചയിതാവ് എബ്രഹാം വർഗീസ്. വാഷിംഗ്ടൺ പോസ്റ്റ് തിരഞ്ഞെടുത്ത 2023 10 മികച്ച പുസ്തകങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ദ കവനന്റ് ഓഫ് വാട്ടർ അഥവാ ജലജന്മങ്ങൾ എന്ന നോവലിൻ്റെ രചയിതാവാണ് എബ്രഹാം വർഗീസ്. അപ്പോൾ 2024 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ സ്ഥിരാംഗത്വം ലഭിച്ച 5 പുതിയ രാജ്യങ്ങളാണ് ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. വാഷിംഗ്ടൺ പോസ്റ്റ് തിരഞ്ഞെടുത്ത 2023 10 മികച്ച പുസ്തകങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ദ കവനന്റ് ഓഫ് വാട്ടർ അഥവാ ജലജന്മങ്ങൾ എന്ന നോവലിൻ്റെ രചയിതാവ് എബ്രഹാം വർഗീസ്. 2025 ലോകത്തെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളുടെ പട്ടികയിൽ വീണ്ടും 1-ാം സ്ഥാനം സ്വന്തമാക്കിയ രാജ്യം സിംഗപ്പൂർ. 2025 ലോകത്തെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളുടെ പട്ടികയിൽ വീണ്ടും 1-ാം സ്ഥാനം സ്വന്തമാക്കിയ രാജ്യമാണ് സിംഗപ്പൂർ. ഇന്ത്യയുടെ സ്ഥാനം 85. 38ാമത് ദേശീയ ഗെയിംസ് വേദി ഉത്തരാഖണ്ഡ്. 38ാമത് ദേശീയ ഗെയിംസ് വേദിയാണ് ഉത്തരാഖണ്ഡ്. 38ാമത് ദേശീയ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ഉത്തരാഖണ്ഡിൻ്റെ ദേശീയ പക്ഷിയായ മൊണാൽ. അതിന് നൽകിയിരിക്കുന്ന പേരാണ് മൗലി. അപ്പോൾ 38ാമത് ദേശീയ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നമാണ് ഉത്തരാഖണ്ഡിൻ്റെ ദേശീയ പക്ഷിയായ മൊണാൽ. നൽകിയിരിക്കുന്ന പേര് മൗലി. അപ്പോൾ 2025 ലോകത്തെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളുടെ പട്ടികയിൽ വീണ്ടും 1-ാം സ്ഥാനം സ്വന്തമാക്കിയ രാജ്യമാണ് സിംഗപ്പൂർ. ഇന്ത്യയുടെ സ്ഥാനം 85. 38ാമത് ദേശീയ ഗെയിംസിന് വേദിയാകുന്നത് ഉത്തരാഖണ്ഡ്. 38ാമത് ദേശീയ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ഉത്തരാഖണ്ഡിൻ്റെ ദേശീയ പക്ഷിയായ മൊണാൽ. അതിന് നൽകിയിരിക്കുന്ന പേരാണ് മൗലി. 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് ഭുവനേശ്വർ, ഒഡീഷ. 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് ഭുവനേശ്വർ, ഒഡീഷ. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് കടൽപ്പാലം നിർമ്മിച്ചത് ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ. പാലത്തിൻ്റെ നീളം ചോദിച്ചാൽ 77 മീറ്റർ. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് കടൽപ്പാലം നിർമ്മിച്ചത് തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലാണ്. പാലത്തിൻ്റെ നീളം 77 മീറ്റർ. ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം കേരളം. ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനമാണ് കേരളം. അപ്പോൾ 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് ഒഡീഷയിലെ ഭുവനേശ്വറിൽ. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് കടൽപ്പാലം നിർമ്മിച്ചത് ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ. പാലത്തിൻ്റെ നീളം ചോദിച്ചാൽ 77 മീറ്റർ. ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം കേരളം. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതി കൂട്ട്. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതിയാണ് കൂട്ട്. സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം തെലുങ്കാന. സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് തെലുങ്കാന. ശൈശവ വിവാഹം തടയുന്നതിൻ്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശുവികസന വകുപ്പിൻ്റെ പദ്ധതിയുടെ പേര് പൊൻവാക്ക്.
ശൈശവ വിവാഹം തടയുന്നതിൻ്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശുവികസന വകുപ്പിൻ്റെ പദ്ധതിയുടെ പേരാണ് പൊൻവാക്ക്. അപ്പോൾ മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതിയാണ് കൂട്ട്. സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം തെലുങ്കാന. ശൈശവ വിവാഹം തടയുന്നതിൻ്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശുവികസന വകുപ്പിൻ്റെ പദ്ധതിയുടെ പേര് പൊൻവാക്ക്. 82ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ദി ബ്രൂട്ടലിസ്റ്റ്. 82ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ദി ബ്രൂട്ടലിസ്റ്റ്. ദേശീയ തലത്തിൽ ജനിതക ഡേറ്റാബേസ് തയ്യാറാക്കാനായി ആരംഭിച്ച പദ്ധതി ജീനോം ഇന്ത്യ പദ്ധതി. ദേശീയ തലത്തിൽ ജനിതക ഡേറ്റാബേസ് തയ്യാറാക്കാനായി ആരംഭിച്ച പദ്ധതിയാണ് ജീനോം ഇന്ത്യ പദ്ധതി. 63ാമത് സ്കൂൾ കലോത്സവത്തിൽ 1ാം സ്ഥാനം നേടിയ ജില്ല തൃശ്ശൂർ. 2ാം സ്ഥാനം പാലക്കാട്, 3ാം സ്ഥാനം കണ്ണൂർ. 63ാമത് സ്കൂൾ കലോത്സവത്തിൽ 1ാം സ്ഥാനം നേടിയ ജില്ലയാണ് തൃശ്ശൂർ, 2ാം സ്ഥാനം പാലക്കാട്, 3ാം സ്ഥാനം കണ്ണൂർ. അപ്പോൾ 82ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ദി ബ്രൂട്ടലിസ്റ്റ്. ദേശീയതലത്തിൽ ജനിതക ഡേറ്റാബേസ് തയ്യാറാക്കാനായി ആരംഭിച്ച പദ്ധതിയാണ് ജീനോം ഇന്ത്യ പദ്ധതി. 63ാമത് സ്കൂൾ കലോത്സവത്തിൽ 1ാം സ്ഥാനം നേടിയ ജില്ല തൃശ്ശൂർ, 2ാം സ്ഥാനം പാലക്കാട്, 3ാം സ്ഥാനം കണ്ണൂർ. പ്രഥമ ഖോ-ഖോ ലോകകപ്പിൻ്റെ വേദി ന്യൂഡൽഹി. പ്രഥമ ഖോ-ഖോ ലോകകപ്പിൻ്റെ വേദിയാണ് ന്യൂഡൽഹി. ന്യൂഡൽഹിയിൽ നടക്കുന്ന പ്രഥമ ഖോ-ഖോ ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക മലയാളി താരം നിഖിൽ. ന്യൂഡൽഹിയിൽ നടക്കുന്ന പ്രഥമ ഖോ-ഖോ ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏക മലയാളി താരമാണ് നിഖിൽ. അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അത്ലറ്റിക്സ് കമ്മീഷൻ അധ്യക്ഷയായി തിരഞ്ഞെടുത്തത് അഞ്ജു ബോബി ജോർജ്. അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അത്ലറ്റിക്സ് കമ്മീഷൻ അധ്യക്ഷയായി തിരഞ്ഞെടുത്തത് അഞ്ജു ബോബി ജോർജ്. അപ്പോൾ പ്രഥമ ഖോ-ഖോ ലോകകപ്പിൻ്റെ വേദിയാണ് ന്യൂഡൽഹി. ന്യൂഡൽഹിയിൽ നടക്കുന്ന പ്രഥമ ഖോ-ഖോ ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏക മലയാളി താരമാണ് നിഖിൽ. അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അത്ലറ്റിക്സ് കമ്മീഷൻ അധ്യക്ഷയായി തിരഞ്ഞെടുത്തത് അഞ്ജു ബോബി ജോർജ്. WCM പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളി ചെസ് താരം ദിവി ബിജേഷ്. WCM പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളി ചെസ് താരമാണ് ദിവി ബിജേഷ്. ഇന്ത്യയുടെ 76ാം റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ മുഖ്യ അതിഥിയാകുന്നത് പ്രബോവോ സുബിയാന്തോ, ഇന്തോനേഷ്യൻ പ്രസിഡന്റ്. ഇത് കൺഫേം ആയിട്ടില്ല. 90% ഇദ്ദേഹമാകാനാണ് ചാൻസ്. അതുകൊണ്ടൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇന്ത്യയുടെ 76ാം റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ മുഖ്യ അതിഥിയാകുന്നത് ഇന്തോനേഷ്യൻ പ്രസിഡന്റായ പ്രബോവോ സുബിയാന്തോ. കഴിഞ്ഞ ദിവസം നിയമസഭാ അംഗത്വം രാജിവെച്ച നിലമ്പൂർ MLA PV അൻവർ. കഴിഞ്ഞ ദിവസം നിയമസഭാ അംഗത്വം രാജിവെച്ച നിലമ്പൂർ MLA ആണ് PV അൻവർ. അപ്പോൾ WCM പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളി ചെസ് താരമാണ് ദിവി ബിജേഷ്. ഇന്ത്യയുടെ 76ാം റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ മുഖ്യാതിഥിയാകുന്നത് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ. കഴിഞ്ഞ ദിവസം നിയമസഭാ അംഗത്വം രാജിവെച്ച നിലമ്പൂർ MLA ആണ് PV അൻവർ. ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസ്. ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലറാണ് ഡോക്ടർ സിസ തോമസ്. അടുത്തിടെ പ്രധാനമന്ത്രി രാജ്യത്തിനു സമർപ്പിച്ച സോനാമാർഗ് ടണൽ സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീർ. അടുത്തിടെ പ്രധാനമന്ത്രി രാജ്യത്തിനു സമർപ്പിച്ച സോനാമാർഗ് ടണൽ സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീർ. ലെബനീസിൻ്റെ പുതിയ പ്രധാനമന്ത്രി നവാഫ് സലാം. ലെബനീസിൻ്റെ പുതിയ പ്രധാനമന്ത്രിയാണ് നവാഫ് സലാം. അപ്പോൾ ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലറാണ് ഡോക്ടർ സിസ തോമസ്. അടുത്തിടെ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ച സോനാമാർഗ് ടണൽ സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീർ. ലെബനീസിൻ്റെ പുതിയ പ്രധാനമന്ത്രിയാണ് നവാഫ് സലാം. ക്രൊയേഷ്യയുടെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് സോറൻ മിലനോവിച്ച്. ക്രൊയേഷ്യയുടെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് സോറൻ മിലനോവിച്ച്. നിലവിലെ കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ. നിലവിലെ കേന്ദ്ര നിയമമന്ത്രിയാണ് അർജുൻ റാം മേഘ്വാൾ. കേരളത്തിൽ ജനനനിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല ഇടുക്കി. കേരളത്തിൽ ജനനനിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ലയാണ് ഇടുക്കി. അപ്പോൾ ക്രൊയേഷ്യയുടെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് സോറൻ മിലനോവിച്ച്. നിലവിലെ കേന്ദ്ര നിയമമന്ത്രിയാണ് അർജുൻ റാം മേഘ്വാൾ. കേരളത്തിൽ ജനനനിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല ഇടുക്കി.
കേരളത്തിൽ ജനനനിരക്ക് ഏറ്റവും കൂടിയ ജില്ല മലപ്പുറം. കേരളത്തിൽ ജനനനിരക്ക് ഏറ്റവും കൂടിയ ജില്ലയാണ് മലപ്പുറം. വീടുകളിൽ അതിക്രമത്തിന് ഇരയാകുന്നവരുടെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉറപ്പുവരുത്താൻ കുടുംബശ്രീ ഒരുക്കിയിട്ടുള്ള ഹെൽപ്പ് ലൈൻ ഡെസ്ക് സ്നേഹിത. വീടുകളിൽ അതിക്രമത്തിന് ഇരയാകുന്നവരുടെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉറപ്പുവരുത്താൻ കുടുംബശ്രീ ഒരുക്കിയിട്ടുള്ള ഹെൽപ്പ് ലൈൻ ഡെസ്കാണ് സ്നേഹിത. 2025 ജനുവരിയിൽ ഇന്ത്യയിൽ സന്ദർശനത്തിന് എത്തിയ സിംഗപ്പൂർ പ്രസിഡന്റ് തർമൻ ഷൺമുഖരത്ന. 2025 ജനുവരിയിൽ ഇന്ത്യയിൽ സന്ദർശനത്തിന് എത്തിയ സിംഗപ്പൂർ പ്രസിഡന്റാണ് തർമൻ ഷൺമുഖരത്ന. അപ്പോൾ കേരളത്തിൽ ജനനനിരക്ക് ഏറ്റവും കൂടിയ ജില്ല മലപ്പുറം. വീടുകളിൽ അതിക്രമത്തിന് ഇരയാകുന്നവരുടെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉറപ്പുവരുത്താൻ കുടുംബശ്രീ ഒരുക്കിയിട്ടുള്ള ഹെൽപ്പ് ഡെസ്കാണ് സ്നേഹിത. 2025 ജനുവരിയിൽ ഇന്ത്യയിൽ സന്ദർശനത്തിന് എത്തിയ സിംഗപ്പൂർ പ്രസിഡന്റാണ് തർമൻ ഷൺമുഖരത്ന. കേരള കലാമണ്ഡലത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യ മലയാളി നൃത്താധ്യാപകനായി നിയമിതനായത് ഡോക്ടർ RLV രാമകൃഷ്ണൻ. കേരള കലാമണ്ഡലത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യ മലയാളി നൃത്താധ്യാപകനായി നിയമിതനായത് ഡോക്ടർ RLV രാമകൃഷ്ണൻ. നിർബന്ധിത മതപരിവർത്തനം തടയുന്നതിനുള്ള ബില്ലിന് അംഗീകാരം നൽകിയ സംസ്ഥാനം രാജസ്ഥാൻ. നിർബന്ധിത മതപരിവർത്തനം തടയുന്നതിനുള്ള ബില്ലിന് അംഗീകാരം നൽകിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ. ലൈംഗിക തൊഴിലാളികൾക്ക് പ്രസവാവധിയും ആരോഗ്യ ഇൻഷുറൻസും ഉൾപ്പെടെ തൊഴിൽപരമായ അവകാശങ്ങൾ നൽകുന്ന ലോകത്തെ ആദ്യ രാജ്യം ബെൽജിയം. ലൈംഗിക തൊഴിലാളികൾക്ക് പ്രസവാവധിയും ആരോഗ്യ ഇൻഷുറൻസ് ഉൾപ്പെടെ തൊഴിൽപരമായ അവകാശങ്ങൾ നൽകുന്ന ലോകത്തെ ആദ്യ രാജ്യമാണ് ബെൽജിയം. അപ്പോൾ കേരള കലാമണ്ഡലത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യ മലയാളി നൃത്താധ്യാപകനായി നിയമിതനായത് ഡോക്ടർ RLV രാമകൃഷ്ണൻ. നിർബന്ധിത മതപരിവർത്തനം തടയുന്നതിനുള്ള ബില്ലിന് അംഗീകാരം നൽകിയ സംസ്ഥാനം രാജസ്ഥാൻ. ലൈംഗിക തൊഴിലാളികൾക്ക് പ്രസവാവധിയും ആരോഗ്യ ഇൻഷുറൻസ് ഉൾപ്പെടെ തൊഴിൽപരമായ അവകാശങ്ങൾ നൽകുന്ന ലോകത്തെ ആദ്യ രാജ്യം ബെൽജിയം. രാജ്യാന്തര പണമിടപാടുകൾക്ക് ഡോളറിന് ബദലായി പുത്തൻ കറൻസി പുറത്തിറക്കുന്ന സംഘടന ബ്രിക്സ്. രാജ്യാന്തര പണമിടപാടുകൾക്ക് ഡോളറിന് ബദലായി പുത്തൻ കറൻസി പുറത്തിറക്കുന്ന സംഘടനയാണ് ബ്രിക്സ്. രാജ്യത്തെ സമ്പൂർണ്ണ ഇ-സ്റ്റാമ്പിംഗ് സംസ്ഥാനമായി മാറുന്നത് കേരളം. രാജ്യത്തെ സമ്പൂർണ്ണ ഇ-സ്റ്റാമ്പിംഗ് സംസ്ഥാനമായി മാറുന്നത് കേരളം. സംസ്ഥാനത്തെ പുതിയ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി നിയമിതനായത് ഡോക്ടർ രത്തൻ യു ഖേൽക്കർ. സംസ്ഥാനത്തെ പുതിയ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി നിയമിതനായത് ഡോക്ടർ രത്തൻ യു ഖേൽക്കർ. മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്. പാർട്ടി ചോദിച്ചാൽ BJP. മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയാണ് ദേവേന്ദ്ര ഫട്നാവിസ്. അപ്പോൾ രാജ്യാന്തര പണമിടപാടുകൾക്ക് ഡോളറിന് ബദലായി പുത്തൻ കറൻസി പുറത്തിറക്കുന്ന സംഘടനയാണ് ബ്രിക്സ്. രാജ്യത്തെ സമ്പൂർണ്ണ ഇ-സ്റ്റാമ്പിംഗ് സംസ്ഥാനമായി മാറുന്നത് കേരളം. സംസ്ഥാനത്തെ പുതിയ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി നിയമിതനായത് ഡോക്ടർ രത്തൻ യു ഖേൽക്കർ. മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്. അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ഫ്രഞ്ച് പ്രധാനമന്ത്രി മിഷേൽ ബാർണിയർ. അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ഫ്രഞ്ച് പ്രധാനമന്ത്രിയാണ് മിഷേൽ ബാർണിയർ. 2024 ഇന്ദിരാഗാന്ധി സമാധാന സമ്മാനം നേടിയ ചിലിയുടെ മുൻ പ്രസിഡന്റും മനുഷ്യാവകാശ പ്രവർത്തകയുമായ വ്യക്തി മിഷേൽ ബാച്ലെറ്റ്. 2024 ഇന്ദിരാഗാന്ധി സമാധാന സമ്മാനം നേടിയ ചിലിയുടെ മുൻ പ്രസിഡന്റും മനുഷ്യാവകാശ പ്രവർത്തകയുമായ വ്യക്തിയാണ് മിഷേൽ ബാച്ലെറ്റ്. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ പ്രോബ 3 ബഹിരാകാശ പേടകത്തെ വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച വാഹനം PSLV C-59. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ പ്രോബ 3 ബഹിരാകാശ പേടകത്തെ വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച വാഹനമാണ് PSLV C-59. അപ്പോൾ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ഫ്രഞ്ച് പ്രധാനമന്ത്രിയാണ് മിഷേൽ ബാർണിയർ. 2024 ഇന്ദിരാഗാന്ധി സമാധാന സമ്മാനം നേടിയ ചിലിയുടെ മുൻ പ്രസിഡന്റും മനുഷ്യാവകാശ പ്രവർത്തകയുമായ വ്യക്തിയാണ് മിഷേൽ ബാച്ലെറ്റ്. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ പ്രോബ 3 ബഹിരാകാശ പേടകത്തെ വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച വാഹനമാണ് PSLV C-59. ഗൂഗിൾ പുറത്തിറക്കിയ ആദ്യ ജനറേറ്റീവ് AI മോഡൽ വിയോ. ഗൂഗിൾ പുറത്തിറക്കിയ ആദ്യ ജനറേറ്റീവ് AI മോഡലാണ് വിയോ. മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കുന്നതിനുള്ള നാസയുടെ ദൗത്യം ആർട്ടമിസ്. മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കുന്നതിനുള്ള നാസയുടെ ദൗത്യമാണ് ആർട്ടമിസ്. 2024 ഡിസംബറിൽ സിമോർഗ് റോക്കറ്റ് ഉപയോഗിച്ച് വാർത്താവിനിമയ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഇറാൻ.
2024 ഡിസംബറിൽ സിമോർഗ് റോക്കറ്റ് ഉപയോഗിച്ച് വാർത്താവിനിമയ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യമാണ് ഇറാൻ. അപ്പോൾ ഗൂഗിൾ പുറത്തിറക്കിയ ആദ്യ ജനറേറ്റീവ് AI മോഡലാണ് വിയോ. മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കുന്നതിനുള്ള നാസയുടെ ദൗത്യം ആർട്ടമിസ്. 2024 ഡിസംബറിൽ സിമോർഗ് റോക്കറ്റ് ഉപയോഗിച്ച് വാർത്താവിനിമയ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യമാണ് ഇറാൻ. ദക്ഷിണ കൊറിയയിൽ പട്ടാള നിയമം പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഇംപീച്ച് നടപടി നേരിട്ട പ്രസിഡന്റ് യുൻ സുക് യോൾ. ദക്ഷിണ കൊറിയയിൽ പട്ടാള നിയമം പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഇംപീച്ച് നടപടി നേരിട്ട പ്രസിഡന്റാണ് യുൻ സുക് യോൾ. ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾക്കായി സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി മിഠായി. ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾക്കായി സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് മിഠായി. ഈ അടുത്ത് അന്തരിച്ച ഗോഡ് ഫാദർ ഓഫ് ഇന്ത്യൻ മോട്ടോർ സ്പോർട്സ് എന്നറിയപ്പെടുന്ന വ്യക്തി ഇന്ദു ചന്ദോക്. ഈ അടുത്ത് അന്തരിച്ച ഗോഡ് ഫാദർ ഓഫ് ഇന്ത്യൻ മോട്ടോർ സ്പോർട്സ് എന്നറിയപ്പെടുന്ന വ്യക്തി ഇന്ദു ചന്ദോക്. അപ്പോൾ ദക്ഷിണ കൊറിയയിൽ പട്ടാള നിയമം പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഇംപീച്ച് നടപടി നേരിട്ട പ്രസിഡന്റാണ് യുൻ സുക് യോൾ. ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾക്കായി സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി മിഠായി. ഈ അടുത്ത് അന്തരിച്ച ഗോഡ് ഫാദർ ഓഫ് ഇന്ത്യൻ മോട്ടോർ സ്പോർട്സ് എന്നറിയപ്പെടുന്ന വ്യക്തി ഇന്ദു ചന്ദോക്.